വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. വരമ്പത്ത് കൂലി കിട്ടുമെന്ന് ഉറപ്പുള്ളതിനാൽ പാടത്താണ് പണി തുടങ്ങുന്നത്. കോതമംഗലത്തെ ഇരുമലപ്പടിയിൽ ഒരു 10 ഏക്കർ പാടം ഉഴുതുമറിക്കാനുണ്ട്. ഒറ്റക്കല്ല കേട്ടോ, ഉഴവുകാരൻ വേറെയുണ്ട്. കോതമംഗലം നിയോജക മണ്ഡലത്തിന്റെ ജനപ്രിയനായ MLA ശ്രീമാൻ ആന്റണി ജോൺ 10 ഏക്കർ വരുന്ന പാടശേഖരത്തെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് ഉഴവുത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഈ കാർഷിക മുന്നേറ്റത്തിൽ പങ്കാളികളാകുവാൻ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും കിഴക്കേ കവലയിലെ പാടശേഖരത്തേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ചേട്ടാ ആരാ ഡ്രൈവർ? മറ്റന്നോട് ഫ്രണ്ടിലൊന്നും കുഴപ്പമില്ലല്ലോ. ട്രാക്ടർ ഓടിക്കുമ്പോ പ്രസിഡന്റ് എങ്ങോട്ടാണുള്ള വാർഷികം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ സലീമും നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി രവിയുമാണ് ഉഴുതുമറിക്കാൻ MLA സഹായിക്കുന്നത്. ഇരിക്കണ ആദ്യം അവിടെ നിന്നാ പോലെ.
ഇങ്ങോട്ട് നോക്കിയേ. ഇങ്ങനെ ആകാശം അത് ശരിയാണല്ലോ, രണ്ടാളും കിട്ടൂല. MLA സ്ലോ മോഷനിൽ ഇറക്കിയാൽ മതി. ഇറങ്ങി. അങ്ങനെ പാടത്തെ പണി കഴിഞ്ഞ് കാലും മുഖവും കഴുകി ചെരിപ്പിട്ട് ആന്റണി ജോൺ MLA നിയമസഭയിലേക്ക് പോയി. അവിടെയാണല്ലോ കൂലി കൊടുക്കുന്നത്. നമുക്കും അങ്ങോട്ട് പോകാം. അതിനു മുൻപ് ഒരാളുടെ പിറന്നാൾ കൂടാനുണ്ട്. ഇതിൽ തലയെടുപ്പോടെ നിൽക്കുന്നവരിൽ രണ്ടുപേരെ നിങ്ങൾക്കറിയുമായിരിക്കും. ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രിയാണ്. രണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ, ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാണ്. മൂന്നാമത്തെയാൾ തിരുനക്കര ശിവൻ. ശിവന്റെ 50ാം പിറന്നാളാണ്. അതിൽ പങ്കെടുക്കാനാണ് മറ്റു 2 ഗജവീരന്മാരും വന്നത്. ഏതായാലും ശിവന് ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ ഒരു തത്തയുടെ വർത്തമാനം കേൾക്കാം. പാടത്തെ പണിയും ആനയുടെ കുളിയും കഴിഞ്ഞ് നിയമസഭയിലേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെ ഒരു തത്തയെ ചൊല്ലി കോലാഹലമാണ്. സാർ കൂട്ടിലെ തത്ത പുറത്തു വന്നു. സാർ കൂട്ടിലെ തത്ത പുറത്തു വന്നു. ചുവന്ന കാടും മഞ്ഞക്കാടും ഒക്കെ എവിടെ പോയി സാർ? 6 ദിവസം പ്രതിപക്ഷ നേതാവിന്റെ പരാതി പൂർത്തിവെച്ചു സാർ. മുഖ്യമന്ത്രി പറഞ്ഞതിന് ഒരു മറുപടി പറയാം. 6ാം ദിവസം ആ തത്ത സ്വന്തം വാഹനം മാറ്റി മറ്റൊരു വാഹനത്തിൽ വേഷപ്രച്ഛന്നനായി മുഖ്യമന്ത്രിയെ കാണാനെത്തി. സാർ കൂട്ടിലെ തത്ത സ്വതന്ത്രമായെങ്കിൽ കേസെടുക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യം എന്താണ് സാർ? സാർ പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ എടുത്തത് ക്വിക്ക് വെരിഫിക്കേഷനാണ്. സാർ സുപ്രീം കോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? The scope for quick verification is only when there is vague allegation. There is no scope for quick verification when there is clear and specific allegation. Sir, ഇവിടെ FIR എടുത്ത് കേസെടുക്കണമായിരുന്നു. ഇവിടെ സുധീർ നമ്പ്യാർ ശ്രീമതി ടീച്ചറുടെ മകനല്ല എന്ന് സംശയമുണ്ടോ? അയാളെ നിയമിച്ചു എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? വ്യവസായ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് നിയമിച്ചത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? സാർ പിന്നെ എന്തിനാണ് സാർ അത് FIR എടുത്ത് രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നു. സാർ ഇപ്പോൾ ജയരാജൻ കുറ്റസമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുന്നു.
സാർ ആരോപണ വിധേയം തന്നെ കുറ്റം സമ്മതിക്കുമ്പോൾ പിന്നെ എന്തിനാണ് സാർ ക്വിക്ക് വെരിഫിക്കേഷൻ? FIR എടുത്ത് കേസെടുക്കണ്ടേ? സാർ കൂട്ടിലെ തത്ത കൂട്ടിൽ നിന്ന് പുറത്തു വന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ തത്ത ഇപ്പോഴും കൂട്ടിൽ നിന്ന് പുറത്തു വന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അകത്തിങ്ങനെ പുറത്തേക്ക് പറയാൻ അതിന് പറ്റുന്നില്ല സാർ. എന്നാൽ ക്ലിഫ് ഹൗസിലെ ഇപ്പോഴത്തെ താമസക്കാരൻ അത്ര ക്രൂരനല്ല. തത്തയുടെ കാല് തല്ലി ഒടിച്ച് ചിറക് മുഴുവൻ ഇല്ലാതാക്കി അവിടെ ഇട്ടിട്ട് തത്തേനെ ഇങ്ങനെ കളിപ്പിക്കുന്ന കളി അത് ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾ തത്തയായിട്ട് തന്നെ നിന്നോട്ടെ എന്നാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. അതിന് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. നിങ്ങൾ നിശബ്ദരായിരിക്കണോ? ഒരു തരം ഇതന്നെയാണ് ഒരു തരത്തിലുള്ള പോറലും ഞങ്ങള് അത്തരം തത്തകൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്, അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. സംഗതി ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് പൊളിമിക്സിനൊരു സംശയം. സത്യത്തിൽ ഈ തത്തയുടെ ഉടമസ്ഥൻ ആരാണ് ഇതിനെ തീറ്റി പോറ്റേണ്ടത്? വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓൺ ചെയ്യുന്നത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ പൊതുസമൂഹമാണ് ഓൺ ചെയ്യുന്നത്. പക്ഷെ അത് ഓൺ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും ചിലരത് ആ ഓണർഷിപ്പ് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാറില്ലേ? ആ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാതെ കാത്തു സൂക്ഷിക്കേണ്ട ഡിഫൻസ് ഫോഴ്സ് ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ എന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞത് മാധ്യമ പ്രവർത്തകരെയാണ് കേട്ടോ. മാധ്യമ പ്രവർത്തനം പഠിക്കാനെത്തിയ ചെറുപ്പക്കാരുമായി സംവദിക്കുകയായിരുന്നു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം എഴുന്നേറ്റ് നിന്നു. നമ്മുടെ ഹോം മിനിസ്റ്റർ ഒരിക്കൽ പറയുകയുണ്ടായി, അതായത് വിജിലൻസിനെ പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കാൻ കഴിയില്ല, എപ്പോഴും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നിന്നാലേ പറ്റത്തുള്ളൂ. പലപ്പോഴും പൊളിറ്റിക്കൽ കൺട്രോൾ ഇല്ല, അല്ലെങ്കിൽ ഒരു ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഇല്ലാതെ പോയാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന്. അന്നേരം ആസ് എ വിജിലൻസ് ഡയറക്ടർ വിജിലൻസിന് ഇപ്പോൾ കിട്ടുന്ന അധികാരങ്ങളിൽ വിജിലൻസ് ഡയറക്ടർ എന്നുള്ള നിലയിൽ സാറ്റിസ്ഫൈഡ് ആണോ? വിജിലൻസ് ഒരു പരിധിവരെയെങ്കിലും നിയമപരമായി പൂർണ്ണമായിട്ട് സ്വതന്ത്രമാണ് ഒരു പരിധിവരെ, കാരണം ഒരുപാട് അധികാരങ്ങളുണ്ട്. എങ്കിലും പലപ്പോഴും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലിരുന്ന് ശ്വാസം മുട്ടുന്ന ഒരു പ്രവണതയും കണ്ടിട്ടുണ്ട്. അന്നേരം എന്താണ് ഈ ഒരു കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം? നേരെ ചൊവ്വേ അങ്ങ് ചോദിക്കാമല്ലോ. ഇപ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൽ തൃപ്തനാണോ എന്നാണ് അറിയേണ്ടത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അല്ലെ റിലേറ്റീവ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ആരെങ്കിലും പൂർണ്ണ സ്വതന്ത്രരാണോ? ആരെങ്കിലും? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റുമോ? അബ്സല്യൂട്ട് ഫ്രീഡം വളരെ പവർഫുള്ളാണ്. ബട്ട് അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വളരെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ റോൾസും, എല്ലാ ജോബ്സും, എല്ലാ പൊസിഷൻസും അത് ഡെമോക്രസിയിൽ ആത്യന്തികമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ സംജാതമായ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതിൻ്റെ കൺട്രോൾ തന്നെയാണ്. അതാണ് ഡെമോക്രസി, നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കണം. വിജിലൻസ് ഡയറക്ടർ ഒരു ദാർശനികനാണ് എന്ന കാര്യം സത്യമാണ്. പക്ഷേ ദാർശനിക സത്യങ്ങൾ ആപേക്ഷികമാണ് എന്നതും അത്ര തന്നെ സത്യമാണ്. എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സാർ നേരെ ചൊവ്വേ കാര്യം പറ, വിജിലൻസിന് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ടോ? ലോ എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതൊരിക്കലും നമ്മളത് മറികടക്കാൻ പാടില്ല. മനസ്സിലാകുന്നില്ല സാർ, മനസ്സിലാകുന്നില്ല. ഈ തത്തയുടെ ദാർശനിക ജ്ഞാനത്തിൻ്റെ തലം മനസ്സിലാകുന്നില്ല. വിജിലൻസ് ഡയറക്ടർ ഇപ്പോൾ പ്രവർത്തന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. പിന്നെ ആത്യന്തികമായിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിളുണ്ട്. പ്രിയാമ്പിളാണ് നമ്മളുടെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെക്യുലർ, സോഷ്യലിസ്റ്റിക്, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നൊക്കെ പറയുമല്ലോ. അതിൻ്റെ 4 പില്ലേഴ്സിലാണ് നിൽക്കുന്നത്. ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നൊക്കെ പറയുന്ന, ഫ്രീഡം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുക. എന്നിട്ട് ബാക്കിയുള്ള ഈ എസെൻഷ്യൽ സിസ്റ്റംസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അവർ കൺട്രി അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ അത്രയും ഡിപ്പെൻഡൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതാണ് നമ്മളൊരു ആശയ സമൂഹം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ തൊഴിൽ. അതായത് നിയന്ത്രണങ്ങളോടെയുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പരിമിതികൾ അറിഞ്ഞുകൊണ്ടുള്ള ചിറകടി, അതാണ് ആത്യന്തികമായ സത്യം എന്ന് ധരിച്ചു വെച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാലും തത്ത സംസാരിക്കും കേട്ടോ.
നഖം കൂർപ്പിച്ച് തത്തക്കൂടിന് ചുറ്റും തക്കം പാർത്ത് നടക്കുന്ന ചില പൂച്ചകളുണ്ടല്ലോ, അവയ്ക്ക് തത്തയെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടിയാൽ പിന്നെ പുലിയുടെ ശൗര്യമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞു തത്തയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. തത്തയുടെ പേരിൽ ഇപ്പൊ അഴിമതി ആരോപണം വന്നിരിക്കുകയാണ്. അതിനാരും ഉത്തരം പറയും? ആ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ വസ്തുതകളെല്ലാം പുറത്തുവിടുന്നതെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് പുറത്തുവിടുന്നതെന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ദിവസം പറയാം. സർ, തത്തയുടെ പേരിൽ ആരാണ് ഇനി തത്തയെ ആരാണ് ശിക്ഷിക്കുന്നത്? തത്തയ്ക്ക് ഇനി ആരാണ് സാർ ചുവന്ന കാർഡ് കാണിക്കുന്നത്? തത്തക്കാരാണ് സാർ ഇനി യെല്ലോ കാർഡ് കാണിക്കുന്നത്? എന്തിനിങ്ങനെ ചോദ്യങ്ങൾ വായുവിലേക്ക് എറിയണം? തത്തയോട് തന്നെ ചോദിക്കാമല്ലോ. എന്താണ് ഈ അഴിമതി ആരോപണത്തിന്റെ സത്യാവസ്ഥ? പറയൂ തത്തയെ, പറയൂ, എന്താണ് ഇതിന് പിന്നിലെ കഥ? ഇന്ന് രാവിലെ ഒരു ജേർണലിസ്റ്റ് എന്നെ വിളിച്ചു. ജേക്കബ് തോമസിനെതിരെ ഇന്നലെ കുറേ ഏതോ കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഏതോ ആൾക്കാർ തുറമുഖ വകുപ്പിൻ്റെ ഓഫീസിൽ പോയിട്ട് ഇയാൾക്കെതിരെ എന്തെങ്കിലും കണ്ടുപിടിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോയി റിപ്പോർട്ടുണ്ടാക്കിയത് കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് വന്ന റിപ്പോർട്ട് എന്നുള്ള വ്യാജേന മാധ്യമധർമ്മം എന്നുള്ള പേരിൽ ചില മാധ്യമങ്ങൾ ഇന്നലെ കാണിച്ചു. അതായത് മിനിങ്ങാന്ന് വന്നതാണ്, ഉടനെ ഡിപ്പാർട്ട്മെന്റ് നടപടി ഉണ്ടാകും, അത് നാളെ ഉണ്ടാവണം ഡിപ്പാർട്ട്മെന്റ് നടപടി എന്നുള്ള മട്ടിൽ കാണിച്ചു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജേക്കബ് തോമസിനെതിരെ ഇങ്ങനെ കണ്ടു, പക്ഷേ എനിക്കൊരു പക്ഷമുണ്ട്, ജേക്കബ് തോമസ് അഴിമതിക്കെതിരെ നിൽക്കുന്നതുകൊണ്ട് ഞാനും ജേക്കബ് തോമസിന്റെ പക്ഷത്താണ്. അപ്പോൾ പഴഞ്ചന്മാർക്ക് മറ്റൊരു ചോദ്യമുണ്ടാകാം, ജേർണലിസ്റ്റുകൾ പക്ഷം പിടിക്കാമോ എന്ന്. നമ്മുടെ മുഖ്യമന്ത്രി വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ കൊച്ചിയിലുള്ള ആനുവൽ സംസ്ഥാന സമ്മേളനം, അതെ അതിൽ മീഡിയയുടെ ഒരു കാര്യം, പല കാര്യങ്ങളും പറഞ്ഞു. അതിലൊരു കാര്യം ഇന്ന് ഞാൻ വീണ്ടും അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് മീഡിയ പക്ഷം പിടിക്കുന്നതിനെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും അതിൻ്റെ പക്ഷം പിടിക്കുമ്പോൾ ഏത് പക്ഷത്തായിരിക്കണം, അതുപോലെ മതനിരപേക്ഷതയുടെയും വർഗീയതയുടെയും പക്ഷം വരുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണം, ധാർമ്മികതയുടെയും അധാർമികതയുടെയും ഒരു പക്ഷം വരുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണം. ജേർണലിസ്റ്റ് പക്ഷം പിടിക്കണം, സത്യത്തിൻ്റെ പക്ഷം പിടിക്കണം, ധാർമ്മികതയുടെ പക്ഷം പിടിക്കണം, മതനിരപേക്ഷതയുടെ പക്ഷം പിടിക്കണമെന്ന്, അതായത് നമ്മൾ ബയസ്ഡ് ആയിരിക്കണം. ഏതിൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ നമ്മൾ പക്ഷം പിടിക്കണമെന്നാണ് നമ്മളുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വർക്കിംഗ് ജേർണലിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കൊച്ചിയിൽ ശനിയാഴ്ച പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞതായതുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതായതുകൊണ്ട് സത്യവും നീതിയും ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷം പിടിക്കണമെന്നാണ് പൊളിമിക്സിന്റെ പക്ഷം. പക്ഷേ ചെറുപ്പക്കാർക്ക് പിന്നെയും ഒരു സംശയം, വ്യക്തിപരമായൊരു സംശയം. എങ്ങനെയാണ് ഇപ്പം മീഡിയയുടെ പ്രഷറുണ്ട്, പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, താങ്കളുടെ തന്നെ IPS അസോസിയേഷൻ്റെയൊക്കെ പ്രഷേഴ്സ് പലപ്പോഴും ന്യൂസിൽ ഞാൻ വളരെ വാച്ച് ചെയ്തിട്ടുണ്ട്. അന്നേരം എങ്ങനെ പേഴ്സണൽ ലൈഫിലെ പ്രഷേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു? ഞാൻ ജനിച്ചു വളർന്നത് നമ്മുടെ ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലത്തു നിന്നാണ്. അവിടെ ഇങ്ങനെ ഈ എന്താ പറയുക, വെള്ളപ്പൊക്കം, പേമാരി, ഉരുൾപൊട്ടൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നമ്മളങ്ങനെ കാണുന്നൊരു കക്ഷിയാണ്. രണ്ട്, എന്നെ നയിക്കുന്ന ഒരു ചെറിയൊരു വാക്കുണ്ട്, എവരിത്തിങ് വിൽ പാസ്. എവരിത്തിങ് വിൽ പാസ്. ഇപ്പം നമ്മൾ കാണുന്ന ഈ കൊടുങ്കാറ്റ് അതങ്ങ് പോവും, ഇല്ലേ? കൊടുങ്കാറ്റ് നിശ്ചലമായിട്ട് നമ്മുടെ ചുറ്റിൽ നിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. കൊടുങ്കാറ്റ് ദാറ്റ് വിൽ പാസ്. അപ്പോൾ പക്ഷെ ആ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ വീഴാതെ ഉറച്ചു നിൽക്കണം. അപ്പോൾ അതാണ് ആത്യന്തികമായ സത്യം. ഹൈ റേഞ്ചുകാർക്ക് ഇതൊന്നും ഒരു ടെൻഷൻ അല്ലെന്നേ. അവിടെ എന്നും ടെൻഷൻ അല്ലയോ? ഒന്നുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഹർത്താലെങ്കിലും ഉണ്ടാക്കും. അത് ഹൈ റേഞ്ചുകാർ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ എല്ലാ സംശയവും തീർന്നു കിട്ടും.
കൊടികൂടെ പിടിച്ച് പാടിയതല്ലായിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ജോയ്സ് ജോർജ് MP കോൺഗ്രസുകാർ കൈകാര്യം ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. പാവം തത്ത, അത് വല്ലാതെ സ്വാതന്ത്ര്യം മോഹിച്ച് ഇടതുപക്ഷത്തേക്ക് ചായാതിരുന്നാൽ മതിയായിരുന്നു. നിയമസഭയിൽ ഒരംഗമേ ഉള്ളുവെങ്കിലും കേരളത്തിലെ പ്രതിപക്ഷം തങ്ങളായിരിക്കുമെന്ന് വീമ്പടിച്ച BJP വല്ലാതങ്ങ് മെലിഞ്ഞുപോയോ എന്നൊരു സംശയം പൊളിമിക്സിനുണ്ട്. കണ്ണൂരിലെ ശക്തൻ തമ്പുരാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോഴൊന്നും BJPയെ അവിടെങ്ങും കണ്ടില്ല. ഇക്കാര്യത്തിൽ BJP വളരെ ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. BJPയും സഭയിലെ MLAയും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. ഈ സമരം കേരളത്തിൽ BJP ജയരാജന്റെ രാജി ആവശ്യപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് UDF സത്യത്തിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യം ഞങ്ങളത് പറഞ്ഞപ്പോൾ അത്ര ഗൗരവമായിട്ട് നിങ്ങൾ എടുത്തില്ല. പക്ഷെ ഇതിനകത്തൊരു ഭരണഘടനാ പ്രശ്നമുണ്ടെന്നും ഇത് ജയരാജന്റെ രാജിയിലെ അവസാനിക്കുമെന്നും ആദ്യം തിരിച്ചറിഞ്ഞ പാർട്ടി BJP ആണ്. ഞങ്ങളാണ് ഇക്കാര്യത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാടെടുത്തത്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാണ് UDF ജയരാജന്റെ രാജി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് മാത്രമല്ല, ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നീക്കവും കൂടി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ബന്ധുനിയമന പ്രശ്നത്തിലും ഈ അഴിമതി വിഷയത്തിലും BJPയുടെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും ആരും ചോദ്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പിന്നെ BJPയുടെ കരുത്തിന് സംശയിക്കണം. നിയമസഭയ്ക്കകത്തൊരാളുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രതീതിയില്ല. അവിടെ BJPക്ക് MLA ഉണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ തിരഞ്ഞു നോക്കണം. ഒരു MLAക്ക് എത്ര സമയം നിയമസഭയിൽ കിട്ടുന്നു എന്നുള്ളത് എന്നേക്കാൾ നന്നായി നിയമസഭാ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങൾക്കറിയാം. ഞാൻ ഇന്ന് വരെ നിയമസഭയുടെ ഭാഗം കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിൻ്റെ പ്രകൃതം അറിയാലോ. ഒരു ബഹളം ഉണ്ടാക്കുന്ന ആളല്ലല്ലോ അദ്ദേഹം. BC ജോർജ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇതിനെല്ലാം അദ്ദേഹത്തെ ഇത്രയും മുതിർന്നൊരു നേതാവിനെ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അദ്ദേഹം BJP നിലപാടിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിൽ ഒരു യുക്തിയുണ്ട്. ഞാൻ അതിന് മറുപടിയും പറയും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി അങ്ങനെയാണ്. വളരെ അല്ല ഇപ്പം O രാജഗോപാലിനെ ജയിപ്പിച്ചെടുക്കാൻ കാണിച്ച ശുഷ്കാന്തി K സുരേന്ദ്രനെ ജയിപ്പിക്കാൻ കാണിച്ചിരുന്നുവെങ്കിൽ കാണാമായിരുന്നു കളി. ഏതായാലും അതിന് ഭാഗ്യമുണ്ടായില്ല. ഭാഗ്യമില്ലാതെ പോയ BJPക്കും K സുരേന്ദ്രനും അനുശോചനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ഇവിടെ നിർത്തുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.